ഞാൻ എപ്പോഴും വിനീതേട്ടനെ കാണുമ്പോൾ വിനീതേട്ടൻ ഒരേ പോലെ തന്നെയാണ് സംസാരിക്കാനാണെങ്കിലും. ഇപ്പൊ എന്നെ അമ്മ എപ്പോഴും പറയും എപ്പോ കണ്ടാലും ഒരേ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വഭാവം അല്ലേ, തങ്കപ്പെട്ട ഒരു സ്വഭാവമായിട്ട് തോന്നുന്നു. അപർണ അതുപോലെ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നോ അതുപോലൊക്കെ തന്നെയാണ്. മുത്തശ്ശി കഥയുടെ ലൊക്കേഷനിൽ അപർണയെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് നിങ്ങൾ രണ്ടുപേരോടുള്ള വളരെ വളരെ വ്യത്യസ്തമായ ഒരു മറുപടി ആയിരുന്നു അത്. താങ്ക്സ് കേട്ടോ. അടുത്ത ആള് ഫഹദ് ഫാസിൽ. എന്നെ ഇപ്പൊ ഭയങ്കര കളിയാക്കല, അതുകൊണ്ട് എനിക്ക് തങ്കപ്പെട്ട സ്വഭാവം കിട്ടുന്നില്ല. എന്ത് പറഞ്ഞ കളിയാക്കുന്നേ? അതെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടും, ഞാൻ തന്നെ ഇട്ട് കൊടുക്കും എന്തെങ്കിലും. എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. അത് സ്വഭാവത്തിൽ പെടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. പോട്ടെ, അത് തന്നേക്കുന്നു. എനിക്ക് പിന്നെ ഒരാളുടെ കാര്യം ചോദിക്കാതെ എനിക്ക് ഒരു ഇന്റർവ്യൂവിലും പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ആരെന്ന് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഒരു തങ്കപ്പെട്ട സ്വഭാവം പറയോ? സത്യസന്ധത, അത് കറക്റ്റ്. വിശ്വസ്തത മതിയോ? ഇതുപോലെ മറ്റൊരാള്, അതായത് ദിലീഷ് പോത്തൻ. ദിലീഷ് ചേട്ടൻ എപ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് ഞാനൊരു ഡയറക്ടറാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമുക്ക് ഒരിക്കലും തരാത്തൊരു ആളാണ്. അത് തന്നെയാണ് ദിലീഷ് ചേട്ടന്റെ ഏറ്റവും തങ്കപ്പെട്ട സ്വഭാവം. ബിജു മേനോൻ ചക്കരയാണ്, ചക്കരക്കൊടമാണ്. ആണ് തങ്കം, പേര് അതുപോലെ അർത്ഥവത്താക്കുന്ന ഒരാളാണ് അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടമാണ് ബിജുവേട്ടനെ. ബിജുവേട്ടന്റെ വൈഫിനെ, അതെ, സംയുക്ത ചേച്ചിനെ, എന്റെ അമ്മോ തങ്കാണത്. സത്യമായിട്ടും സംസാരിച്ചാലൊക്കെ ശരിക്കും സംയുക്ത ചേച്ചിയുടെ തിരിച്ചൊരു വീണയുടെ കൂടെ ആയിപ്പോയി. നല്ലൊരു കമ്പാക്ക് ആവായിരുന്നു. മനസ്സിലായില്ല, തങ്കപ്പെട്ട ചേച്ചിയായിരുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെ അവിടെ ചെന്നപ്പോ തന്നെന്നറിയോ? ഇതൊക്കെ സാധനങ്ങൾ അതൊക്കെ പിന്നെ പറയാം കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ആസിഫ് അലി നല്ലൊരു കോ ആക്ടറാണ്, എപ്പോഴും സെറ്റ് ഫണ്ണായി വെച്ചോണ്ടിരിക്കുന്നത്. വിമല എന്ന് പറയുന്ന നമ്മുടെ അമ്മേനെ പറ്റിട്ട് ഞാനെന്താ പറയാ? അമ്മ മൊത്തം തകരാണ്. വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വരണം ചേട്ടാ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വീട്ടിൽ ആര് വന്നാലും പഴം കിട്ടും. ഏത് പാതിരാത്രി വന്നാലും അമ്മയുടെ കയ്യിൽ എപ്പോഴും കുറെ പഴം ഉണ്ടാവും. വീട്ടിൽ വരുന്ന എല്ലാ ആൾക്കാരും, ലാസ്റ്റ് ചില ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് പോകുന്ന സമയത്ത് വന്നപ്പോ വിനീതിനെ കാണാൻ പറ്റില്ല, അമ്മേനെ കണ്ടു പഴം തന്നു. എല്ലാവർക്കും അതൊക്കെ അവൻ ഉണ്ടാക്കിയ കഥയാ. ഈ തങ്കം സിനിമ നിങ്ങളെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഭാവന സ്റ്റുഡിയോസ് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്റെ മഹേഷ് പ്രതികാരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ശ്യാമേട്ടന്റെ ദിലീഷ് ഏട്ടന്റെയും കൂടെ, അറഫത്തിക്കാണ് ഇതിന്റെ ഡയറക്ടർ എന്നുണ്ടെങ്കിലും ആ ഒരു കോർ ടീം സെയിം ആണ്. അപ്പൊ എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. തിരിച്ച് ഒരു എന്താ പറയാ കമ്മിങ് ബാക്ക് ഹോം ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഫിലിം. ചേട്ടനോ? എനിക്ക് ഞാൻ ഈ ഒരു ടീമിന്റെ കൂടെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോ എനിക്ക് എല്ലാ രീതിയിലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയുടെ റിസൾട്ട് ഡെഫിനറ്റ്ലി നമ്മള് അതിങ്ങനെ ഉത്കണ്ഠയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്താണെന്നറിയാൻ. പക്ഷെ ഓൾറെഡി ഈ കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇവരുടെ കൂടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് തന്നെ ആക്ച്വലി ഞാൻ അതിൽ തന്നെ ടോട്ടലി ഹാപ്പിയാണ്.